റഷീദിനെ ഒരു മുസ്ലിം നാമധാരിയായ ഒരു മാധ്യമപ്രവർത്തനെ തീവ്രവാദി എന്ന് വിളിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇവൻ തീവ്രവാദിയാണ് എന്ന് വിശ്വസിക്കുന്നു വിചാരിച്ചിരിക്കുകയാണ്. അത്രയും ബോധ്യമുള്ളൂ. 90 വർഷം കേരളത്തിൽ ജീവിച്ച് ഈ പറയുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അതാണ് വിചാരിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് കേരളത്തിലെ ഇടതുപക്ഷം വാ പോയ കോടാലിയായി മാറിയെന്ന്. വാ പോലെ കോടാലിയായി. ഇതിനൊക്കെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുഖ്യമന്ത്രിക്ക് എന്ത് മറുപടി പറയാനാണ്? ഇത് ചോദിച്ച ചോദ്യത്തിന് മുഴുവൻ മറുപടി ഇപ്പോൾ കാറിക്കയറ്റി എന്നതാണെങ്കിൽ പ്രശ്നമെങ്കിൽ കാറിക്കയറ്റിയതും അതിൻ്റെ മറുപടി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇനി സംഭവിക്കുന്നത് ഈ വായ് പോണ കോടാലിക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഏത് നേതാവൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക? CPI അതിനോട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച പാർട്ടിയല്ലേ CPI എന്ന് പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എൻ്റെ കാർ ഉപയോഗിച്ചു, എൻ്റെ വാഹനം ഉപയോഗിച്ചു, എൻ്റെ സ്വത്ത് ഉപയോഗിച്ചു, എൻ്റെ മുതലുപയോഗിച്ചു, എന്നോട് CPI പണം വാങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് CPI ഉണ്ടായിരിക്കണം? അയ്യോ, അതിനൊന്നും CPI മറുപടി പറയാൻ പാടില്ല, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മറുപടി പറയാൻ പാടില്ല. എന്നിട്ട് എന്താ പറയുന്നത് അറിയോ? അദ്ദേഹത്തിന് എന്താ സംഭവം? കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരെ മുഴുവൻ വെറുപ്പിച്ചു. ഒരാളുമായിട്ട് ബന്ധമില്ല. KC വേണുമായിട്ട് ബന്ധമില്ല. അവിടെ ആലപ്പുഴ ജില്ലയിലുള്ള ഒരു കോൺഗ്രസ് നേതാക്കന്മാരും ബന്ധമില്ല. VD സതീശനുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ഇപ്പോൾ പുള്ളി ആകെ ബന്ധമായി കാണുന്നത് ആരെയാണ്? ഈ പറഞ്ഞ പിണറായി വിജയൻ മാത്രമാണ്. അദ്ദേഹമാണെങ്കിൽ സംസാരിക്കാൻ പോലും കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നങ്ങാണ്ടാണ് ഒരു ദിവസം സംസാരിച്ചത്. അപ്പോൾ ആ ലെവലിൽ കൈകാര്യം ചെയ്യുന്ന പോലെ പിന്നെ എന്താണ് ബാക്കിയുള്ള ആൾക്കാരെ മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗുണമുണ്ട്. എന്താ അറിയോ? AK-47 പിടിച്ചിട്ട് ആൾക്കാർ നടക്കുന്നുണ്ടോ Y കാറ്റഗറി സുരക്ഷ. അതെന്തിനാണ് കൊടുക്കുന്നതെന്നറിയോ? മറ്റുള്ള സമുദായത്തിൽ നിൻ്റെ ത്രെട്ടിന് വേണ്ടിയിട്ടാണ്. ഇത് പറഞ്ഞാലേ അത് വലിക്കാതിരിക്കുള്ളൂ. കാരണം വളരെ എളുപ്പമാണല്ലോ. ഇങ്ങനെ നടന്നു പോകുമ്പം ഒരു 7 പേര് മുന്നിൽ AK-47 ഒക്കെ പിടിച്ചിട്ട്. അപ്പം പുള്ളീൻ്റെ മനസ്സിൽ പുള്ളി തന്നെ ഒരു പ്രവീൺ തൊഗാഡിയാണ്.